ഹായ് മക്കളെ, ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് 4-5 മാർക്കിനൊക്കെ പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട ആദ്യത്തെ ചാപ്റ്റർ നോക്കിയാലോ. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് താരതമ്യേന എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. കൂടുതൽ തിയറി ഒന്നും അതിനകത്തില്ല. നിങ്ങൾക്കറിയാം, ഒരു പ്രോബ്ലം ടൈപ്പ് ചാപ്റ്റർ, എന്നാൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഔട്ട് അല്ലതാനും. ഡയമെൻഷൻസ് ഒക്കെ വെച്ചുകൊണ്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിനകത്ത് വരിക. നിങ്ങൾ പലരും തുടക്കത്തിലെ ചാപ്റ്റർ എന്നുള്ള നിലക്കും സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ എന്നുള്ള നിലക്കും നല്ല പോലെ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വിക്കായി നമുക്കൊന്ന് നോക്കാം, കുറഞ്ഞ ക്വസ്റ്റ്യൻസും ചെയ്യാം. ഓക്കെ, നോക്കാം. ആദ്യം ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്കറിയാം, ഫിസിക്സിൽ നമ്മൾ മെഷർ ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റികളെയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. 2 ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെന്നറിയാം. 2 അല്ല, ചിലപ്പോൾ 3 ടൈപ്പ് എന്ന് നമ്മൾ പറയും. ഒന്ന് ഫണ്ടമെൻ്റൽ, മറ്റൊന്ന് ഡിറൈവ്ഡ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന യൂണിറ്റ് സിസ്റ്റം അല്ലേ SI. നേരത്തെ CGS ഉണ്ടായിരുന്നു, FPS, MKS. ഇന്ന് നമ്മൾ SI എന്ന സിസ്റ്റം ഫോളോ ചെയ്യുന്നു. SI എന്ന സിസ്റ്റത്തിൽ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഓക്കെ, 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട്. അങ്ങനെ ബാക്കി ഒരുപാട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഉണ്ട്. ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളും അവരുടെ യൂണിറ്റും ആ യൂണിറ്റിൻ്റെ സിമ്പലും, 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റികളും അതിൻ്റെ ഒരു ഡെഫിനിഷൻ, അതിൻ്റെ യൂണിറ്റ്, ആ യൂണിറ്റ് എഴുതുന്ന സിമ്പൽ, ഇത് കൃത്യമായി പഠിക്കാം. ഇത് എക്സാമിന് ആവർത്തിച്ച് ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇതേപോലെ എഴുതി തരും, ടൈം തരും, സെക്കൻഡ് എന്ന് എഴുതും, സിമ്പൽ ഫില്ല് ചെയ്യണം. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയും, സിമ്പൽ CD എന്ന് എഴുതും, എന്നാൽ യൂണിറ്റ് മുഴുവൻ പേര് എഴുതണം. ഓക്കെ, അങ്ങനെ ചോദിക്കും. ഞാൻ വായിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലെങ്ത്, മാസ്, ടൈം, കറണ്ട്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഒന്ന് നോക്കണേ, ഈ ടെമ്പറേച്ചറിനെ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്ന് മുഴുവൻ പേര് പറയും. അത് കേൾക്കുമ്പോൾ ഇനി വേറെ എന്തോ ആണ് എന്ന് കരുതരുത്. ഓക്കെ, മീറ്റർ M, കിലോഗ്രാം, സ്മോൾ ലെറ്റർ K, സ്മോൾ ലെറ്റർ G, S, ആംപിയർ, കെൽവിൻ എന്നൊക്കെ സയൻറ്റിസ്റ്റിൻ്റെ പേരാണെങ്കിലും മുഴുവൻ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ എഴുതണം എന്നാണ് നിയമം. ഓക്കെ, എന്നാൽ ഒറ്റ ലെറ്റർ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഇതൊക്കെ സ്മോൾ ലെറ്റർ. ഓക്കെ, ഇനി സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിൾ സാധാരണ നമ്മൾ പറയുന്ന വരക്കുന്ന ആംഗിൾ ആണ്, തീറ്റ എന്ന് എഴുതും. ആംഗിൾ ഇൻ എ പ്ലെയിൻ, ഡിഫൈൻ പ്ലെയിൻ ആംഗിൾ എന്നൊക്കെ ചോദിച്ച എക്സാമിന്. ആംഗിൾ ഇൻ എ പ്ലെയിൻ ഓർ 2 ഡയമെൻഷണൽ ആംഗിൾ. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് റേഡിയൻ ആണ്, RAD എന്ന് ചുരുക്കി എഴുതും. സോളിഡ് ആംഗിളിനെ ഒമേഗ എന്ന ലെറ്ററിൽ എഴുതുക. ഇത് ഓം എന്നല്ല, ഒമേഗ എന്നാണ് വായിക്കേണ്ടത്. ഓക്കെ, ആംഗിൾ ഇൻ സ്പേസ് 3 ഡയമെൻഷണൽ ആംഗിൾ ആണ്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് സ്റ്റിറേഡിയൻ, സ്മോൾ s, സ്മോൾ r. ബാക്കി ഒരുപാട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളും SI സിസ്റ്റത്തിലുണ്ട്. പിന്നെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യം, 4 ക്വാണ്ടിറ്റി തന്നിട്ട് ഇതിൽ ഫണ്ടമെൻ്റൽ ഏത്? 4 യൂണിറ്റ് തന്നിട്ട് ഇതിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഏത്? ശ്രദ്ധിക്കണേ, ഫണ്ടമെൻ്റൽ യൂണിറ്റുകളായി വരുന്ന 2 സയൻറ്റിസ്റ്റുകൾ ആരൊക്കെ? ആംപിയർ, കെൽവിൻ. വേറെ കുറേ സയൻറ്റിസ്റ്റുകളുടെ പേര് കേട്ടില്ലേ, ന്യൂട്ടൺ, പാസ്കൽ, വാട്ട്, ജൂൾ, ഇങ്ങനെ ഒരുപാട്. അതൊക്കെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകളായി പറയുന്ന സയൻറ്റിസ്റ്റുകളുടെ പേരുകളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ കഴിഞ്ഞാൽ, അതേപോലെ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇനി ഡയമെൻഷൻസിലേക്ക് കടക്കണം. നോക്കണം, നമ്മൾ ഡയമെൻഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ അടങ്ങിയിട്ടുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ പവറുകളാണ്. അതായത് ഇപ്പോൾ സ്പീഡ് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് എങ്ങനെ കാണും? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ലെങ്ത്താണ്. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ദൂരങ്ങളെയും നമ്മൾ ലെങ്ത്ത് എന്നാണ് പറയുക. ഞാനൊരു 10 ലെങ്ത്തിൻ്റെ പേര് പറയട്ടെ. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത്ത്, ഹൈറ്റ്, തിക്നെസ്, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, റേഡിയസ്, ഡയാമീറ്റർ, പെരിമീറ്റർ, ഇതെല്ലാം ലെങ്ത്തിൽ പെടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റൻസ് പറഞ്ഞാൽ ലെങ്ത്താണ്. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുമ്പോൾ ലെങ്ത്ത് ബൈ ടൈം. അപ്പോൾ ലെങ്ത്തിൻ്റെ പവർ 1 ആണ്, ടൈമിൻ്റെ പവറും 1 ആണ്. ആ ടൈം ഡിനോമിനേറ്ററിലാണ്, ന്യൂമറേറ്ററിലേക്ക് കൊണ്ടായാലോ ടൈമിൻ്റെ പവർ -1. അപ്പോൾ ആ ലെങ്ത്തിൻ്റെ പവർ 1 ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ 1. സ്പീഡിനകത്ത് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ 1 ആണ്, ടൈമിൻ്റെ ഡയമെൻഷൻ -1 ആണ്. ഡയമെൻഷൻസ് ആർ ദി പവേഴ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇനി നമുക്ക് ഡയമെൻഷണൽ സിമ്പിൾ. ഡയമെൻഷൻ പറയുമ്പോൾ നമ്മൾ ലെങ്ത്ത്, മാസ്, ടൈമിനെ നീട്ടി വലിച്ച് എഴുതാറില്ല. ലെങ്ത്തിനെ ക്യാപിറ്റൽ L എന്ന് സൂചിപ്പിക്കും, മാസിനെ ക്യാപിറ്റൽ M, ടൈമിനെ ക്യാപിറ്റൽ T എന്നും. ബാക്കിയുള്ളവരുടെയൊക്കെ ഡയമെൻഷണൽ സിമ്പിൾ യൂണിറ്റ് എഴുതുന്ന പോലെ ഇതേപോലെ ഡയമെൻഷൻ സിമ്പിളും എഴുതുക. എന്നാൽ ഈ 3 ആളുകളുടെ യൂണിറ്റും ഡയമെൻഷൻ സിമ്പിളും വേറെ വേറെയാണ്. ഓക്കെ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ ഇത് ഡയമെൻഷൻസ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് സാധാരണ എഴുതുക. അതാണ് അതിൻ്റെ യഥാർത്ഥ റൂള്. ഓക്കെ, നമുക്ക് ചുരുക്കം ചില ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് നോക്കിയാലോ. നോക്കാം, നമ്മൾ ഫിസിക്സിൽ 1ാമത്തെ ചാപ്റ്റർ തൊട്ട് അല്ലെങ്കിൽ 2nd ചാപ്റ്റർ തൊട്ട് 14th ചാപ്റ്റർ വരെ ഒരുപാട് ക്വാണ്ടിറ്റീസ് പഠിക്കുന്നുണ്ട്. എല്ലാ ചാപ്റ്ററിലും പഠിക്കുന്ന ക്വാണ്ടിറ്റികളുടെയും കോൺസ്റ്റൻറ്റുകളുടെയും കോഎഫിഷ്യൻറ്റുകളുടെയും യൂണിറ്റും ഡയമെൻഷനും മക്കൾ പഠിച്ചു പോകണം. കാരണം ഏത് ചാപ്റ്ററിൽ പഠിക്കുന്ന ക്വാണ്ടിറ്റിയുടെയും യൂണിറ്റും ഡയമെൻഷനും ചോദിക്കാം. ഇപ്പോൾ അവസാന ചാപ്റ്റർ ആണല്ലോ വേവ്സ്, അതിലൊരു ക്വാണ്ടിറ്റി ഉണ്ട്, ലീനിയർ മാസ് ഡെൻസിറ്റി, മാസ് ബൈ ലെങ്ത്ത്. അതിൻ്റെ ഡയമെൻഷൻ നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രവർത്തനത്തിൽ ആവശ്യം വരും. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ അവസാന ഭാഗത്തുണ്ട് എല്ലാ ചാപ്റ്ററിലെയും എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെയും കോൺസ്റ്റൻറ്റുകൾ, കോഎഫിഷ്യൻറ്റുകളുടെ ഒക്കെ ഡയമെൻഷൻ. അതൊന്ന് നോക്കിപ്പോകുന്നത് നന്നായിരിക്കും. ഓക്കെ, പക്ഷേ ഏത് ഡയമെൻഷൻ എഴുതാനുള്ള പ്രോബ്ലം വന്നാലും ഒരു മിനിമം ഒരു 4-5 ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടിയാൽ കാര്യങ്ങൾ എളുപ്പമുണ്ട്. നോക്കണം, ഏരിയ, വോള്യം, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, വർക്ക് ആൻഡ് എനർജി, ഇവരുടെയൊക്കെ ഡയമെൻഷൻ ഒന്ന് ബൈഹാർട്ട് ആക്കുക എന്ന് ഞാൻ പറയില്ല. അത് കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബൈഹാർട്ട് ആയിക്കോളും. എന്നാലും പെട്ടെന്ന് കിട്ടിയാൽ നമുക്ക് പ്രോബ്ലങ്ങൾ ചെയ്യാൻ എളുപ്പമുണ്ട്. ഏരിയ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, L². വോള്യം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, L3.
സ്പീഡ്, വെലോസിറ്റി, ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, LT⁻⁻1. ആ -1 -2 ആക്കിയാൽ ആക്സിലറേഷൻ. ആ LT⁻⁻2 അപ്പുറത്ത് ഒരു m എഴുതിയാൽ ഫോഴ്സ്, mLT⁻². ആ L എന്നുള്ളത് നോക്കാം, L² ആക്കിയാൽ mLT⁻², mL²T⁻² ആക്കിയാൽ വർക്കായി, എനർജിയായി. ഓക്കെ, സ്പീഡിനും വെലോസിറ്റിക്കും ഒരേ ഡയമെൻഷനാണ്, വർക്കിനും എല്ലാ എനർജികൾക്കും ഒരേ ഡയമെൻഷനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഡയമെൻഷൻസ് എങ്കിലും ഒന്ന് പെട്ടെന്ന് കിട്ടിയാൽ നമുക്ക് എക്സാമിന് ഇപ്പോൾ പവറിൻ്റെ ഡയമെൻഷൻ ചോദിക്കാം, പ്രഷറിൻ്റെ കാണാൻ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ പവർ കാണുമ്പോൾ വർക്ക് ബൈ ടൈം, വർക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടി mL²T⁻² ബൈ ടൈം. ഓക്കെ, പിന്നെ മൊമെൻറ്റം, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ബാക്കി എല്ലാ ചാപ്റ്ററിലെയും ഫോർമുലകളും അറിഞ്ഞിരിക്കണം, അതിലേക്ക് ഡയമെൻഷൻസ് ഒന്ന് നോക്കി പഠിക്കുകയും കൂടി ചെയ്യണം. അത് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ചെയ്താൽ വളരെ നന്നായിരിക്കും. ഓക്കെ, ദെൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക സെയിം ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റികൾക്ക് എക്സാമ്പിൾ എഴുതുക എന്ന് പറയും. ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റികൾ പറയാം, സ്പീഡ്, വെലോസിറ്റി, മൊമെൻറ്റം, ഇമ്പൾസ്, വർക്ക്, എനർജി, ടോർക്ക്. ഓക്കെ, എല്ലാം ഒരേ ഡയമെൻഷനാണ്. പ്രഷർ, സ്ട്രെസ്, കുറേ ഉണ്ട്, ഞാനൊരു 3-4 ടീമിന് എഴുതിയെന്ന് മാത്രം. ചിലപ്പോൾ ചോദിക്കും ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റികൾക്ക് എക്സാം. ഡയമെൻഷൻ ഇല്ല ആർക്കൊക്കെ? സ്ട്രെയിൻ, സ്ട്രെസ്സും സ്ട്രെയിനും പഠിച്ചില്ലേ, സ്ട്രെയിനിന് ഡയമെൻഷൻ ഇല്ല. റിലേറ്റീവ് ഡെൻസിറ്റി, ഫ്ലൂയിഡ്സിൽ കേട്ടില്ലേ, ഡയമെൻഷൻ ഇല്ല. പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, അവർക്കൊന്നും ഡയമെൻഷൻ ഇല്ല. പക്ഷേ ഈ പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിളിന് ഡയമെൻഷൻ ഇല്ലെങ്കിലും യൂണിറ്റ് ഉണ്ട്, റേഡിയൻസ്, റേഡിയൻ. അപ്പോൾ അത് ചോദിക്കും യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷൻ ഇല്ല എന്നത് ഡയമെൻഷൻലെസ് എന്ന് പറയും. ഓക്കെ, എന്നാൽ ഇവർക്ക് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. ശ്രദ്ധിക്കുക, ഇവരെല്ലാവരും ഡയമെൻഷൻലെസ് ആണ്. എന്നാൽ ഇതോ ഡയമെൻഷൻലെസ് ആൻഡ് യൂണിറ്റ്ലെസ്. ഇതോ ഡയമെൻഷൻലെസ് ബട്ട് ഹാവിങ് യൂണിറ്റ്. പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കും. ഓക്കെ, പിന്നെ ഡയമെൻഷൻ ഉള്ള കോൺസ്റ്റൻറ്റുകളുണ്ട്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ്, പിന്നെ കുറേ കോയിഫിഷ്യൻറ്റുകൾ കേട്ടില്ലേ, കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, അതേപോലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതേപോലെ ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ്. ഇവർക്കൊക്കെ എന്തുണ്ട്? അവർക്കൊക്കെ യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഉണ്ട്. ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റുകളാണ് ആ പറഞ്ഞതൊക്കെ. എന്നാൽ 1, 2, 3, 4 തുടങ്ങിയ നമ്പറുകൾ, πr² എന്നൊക്കെ എഴുതുമ്പോൾ പൈ, അതിനൊന്നും യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഇല്ല. അതേപോലെ ചില ഫോർമുലകളിലൊക്കെ ട്രിഗണോമെട്രിക് ഫംഗ്ഷനൊക്കെ കണ്ടില്ലേ, A cos ωt എന്നൊക്കെ. ആ കോസ് ഫംഗ്ഷൻ, സൈൻ ഫംഗ്ഷൻ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനൊന്നും യൂണിറ്റും ഡയമെൻഷനും ഇല്ല. അതേപോലെ നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് ഡണിലൊക്കെ log V2/V1 ലോഗരിതമിക് ഫംഗ്ഷനൊന്നും യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. പ്രത്യേകം ഓർത്ത് വെക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹോമോജീനിറ്റി പ്രിൻസിപ്പിളാണ്. എന്താണ് ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ? ഒരു ഇക്വേഷൻ എടുത്താൽ ആ ഇക്വേഷനിലെ എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കും. എങ്ങനെ? x ഈസ് ഈക്വൽ ടു y പ്ലസ് z. ഇങ്ങനെ ഒരു ഇക്വേഷൻ എടുക്കുക. ഇതിൽ 3 ടേമുകളാണുള്ളത്, എക്സും വൈയും സെഡും. ടേമുകളെ വേർതിരിക്കുന്നത് പ്ലസ്സോ മൈനസോ ആണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് z. അപ്പോൾ 3 ടേം. ഇപ്പോൾ ഞാൻ x² എന്ന് എഴുതിയാലും 3 ടേമാണ്. √y എന്ന് എഴുതിയാലും 3 ടേം തന്നെ ഉള്ളൂ. ഓക്കെ, z/b എന്ന് എഴുതിയാലും 3 ടേമുകളാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവൻ്റെ ഡയമെൻഷൻ ആയിരിക്കും ഇതിന്, അതേ ഡയമെൻഷൻ ആയിരിക്കും ഇതിന്. ഇതാണ് ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ ഡയമെൻഷൻ ആകുന്നത്? എല്ലാവർക്കും ഒരേ ഡയമെൻഷൻ ആകാനുള്ള കാരണം നോക്കണം, x ഈസ് ഈക്വൽ ടു y പ്ലസ് z എന്നല്ലേ ഞാൻ ആദ്യം സിമ്പിളായി എഴുതിയത്. ഒരു തവണ കൂടി എഴുതട്ടെ, x ഈസ് ഈക്വൽ ടു y പ്ലസ് z. നോക്കണം, y എന്ന് പറയുന്നത് മാസ് ആണ് എന്ന് കരുതുക. അപ്പോൾ z-ഉം മാസ്സായിരിക്കും, എക്സും മാസ്സായിരിക്കും. കാരണം മാസിൻ്റെ കൂടെ മാസല്ലേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാസും ആഡ് ചെയ്താൽ കിട്ടുന്നത് ടോട്ടൽ മാസാണ്. അപ്പോൾ എല്ലാ ടേമുകളുടെയും യൂണിറ്റും ഡയമെൻഷനും സെയിം ആയിരിക്കും. കാരണം എല്ലാ ടേമും ഒരേ ടൈപ്പ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഒരേ തരം ക്വാണ്ടിറ്റികളല്ലേ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ അങ്ങനെ വന്നത്. കാരണം ഒരിക്കൽ എക്സാമിന് അങ്ങനെ ചോദിച്ചത്, ടെമ്പറേച്ചറും മാസ തോന്നുന്നു, അത് തമ്മിൽ ആഡ് ചെയ്യാൻ കഴിയില്ല. ഏത് പ്രിൻസിപ്പിൾ വഴി എക്സ്പ്ലെയിൻ ചെയ്യാം? ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ. ശരി, ഇനി ഒരു ഇക്വേഷൻ നമ്മളെടുത്ത് ആ ഇക്വേഷനിലെ ഓരോ ക്വാണ്ടിറ്റികളുടെയും ഡയമെൻഷൻ എടുത്ത് ആ ഇക്വേഷനെ ഒന്ന് അനലൈസ് ചെയ്താൽ, ആ ഇക്വേഷനിലെ ഓരോ ക്വാണ്ടിറ്റികളുടെയും ഡയമെൻഷൻസ് ഉപയോഗിച്ച് ഇക്വേഷനെ ഒന്ന് വിശകലനം ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. ഈ പരിപാടിക്ക് ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയും. ഡയമെൻഷണൽ അനാലിസിസിന് 3 ആപ്ലിക്കേഷൻ, നമുക്ക് 2 പഠിക്കാനുള്ളൂ. ഒന്ന്, ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഡയമെൻഷൻസ് വെച്ച് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് പരിശോധിക്കാൻ പറ്റും. അതേപോലെ ഒരു ഇക്വേഷൻ, ഒരു എക്സ്പ്രഷൻ നമുക്ക് ഡയമെൻഷണൽ മെത്തേഡിൽ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഈ 2 അപ്ലിക്കേഷൻസ് ചോദിച്ചാൽ ഈ 2 എഴുതാൻ അറിയണം. ഇനി ഈ 2 നിങ്ങൾ എന്ത് ചെയ്യണം? കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നമുക്കിവിടെ കുറഞ്ഞ സമയം കൊണ്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ ആയതുകൊണ്ട് ഞാൻ ഓരോന്നിന് കുറഞ്ഞ എക്സാമ്പിൾസേ ചെയ്യുന്നുള്ളൂ. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ വീഡിയോയിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ആ ഇക്വേഷനിലെ എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻസ് നോക്കും. എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻ നോക്കിയാൽ, എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആയി കിട്ടിയാൽ, ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് എന്ന് എഴുതണം. ഡയമെൻഷനലി കറക്റ്റ് എന്ന് എഴുതാവൂ, 100% കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ നോക്കുക. ഡയമെൻഷൻ സെയിം ആയി വന്നാൽ ഡയമെൻഷനലി കറക്റ്റ്, അല്ലെങ്കിലോ റോങ് എന്ന് എഴുതണം. നോക്കി നോക്കാം, ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. ധാരാളം തവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ½ mv² = mgh.
ചിലപ്പോൾ ഇങ്ങനെ തരുമ്പോൾ എം എന്താ വി എന്താ ജി എന്താ എച്ച് എന്താന്ന് പറയില്ല, നമുക്കറിയാത്തൊരു ഫോർമുലയാണെങ്കിൽ പ്രത്യേകം പറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര ടേം ഉണ്ട്? അപ്പുറം ഇപ്പുറമായി 2 ടേം, ഹാഫ് എം വി സ്ക്വയർ ഒരു ടേം, എം ജി എച്ച് ഒരു ടേം. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതി ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. എന്താ അതിൻ്റെ അർത്ഥം? ഹാഫ് എം വി സ്ക്വയറിൻ്റെ ഡയമെൻഷൻസ് എന്താണ്? ഹാഫ് എം വി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ. ഹാഫിന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. എം മാസ് എം ആണ്, വി വെലോസിറ്റി എൽ ടി റൈസ് ടു -1 അതിൻ്റെ സ്ക്വയർ. അപ്പോൾ എൽ സ്ക്വയർ ടി, പവറിൻ്റെ റൂൾസ് ഒക്കെ അറിയാലോ, അതുപോലെ ടി റൈസ് ടു -1 ഹോൾ സ്ക്വയർ ടി റൈസ് ടു -2. അപ്പോൾ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 എന്ന് വന്നു. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എഴുതണം. ശരി, എം ജി എച്ചിൻ്റെ ഡയമെൻഷൻ എമ്മിന് എം എന്ന് എഴുതി. ദെൻ മാസ് ആണല്ലോ. ജി എന്നാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ബൈ ഹാർട്ട് ആക്കിയില്ലേ, എൽ ടി റൈസ് ടു -2. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് പറയുമ്പോൾ ലെങ്ത് അല്ലേ, അപ്പോൾ എൽ ഇൻറ്റു എൽ സ്ക്വയർ. രണ്ട് സൈഡും ഡയമെൻഷൻ സെയിമാണ്. അപ്പോൾ ദിസ് ഇക്വേഷൻ ഈസ് കറക്റ്റ് എന്ന് എഴുതരുത്, ഡയമെൻഷനലി കറക്റ്റ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ, നോക്കണം. വി ഇസ് ഈക്വൽ ടു കെ എ സ്ക്വയർ യു ടി. ഇതുവരെ നടന്ന പബ്ലിക് എക്സാമിന് 2 തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. പക്ഷേ നമുക്ക് പരിചയമില്ലാത്തൊരു ഫോർമുല. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞു വി വോളിയമാണ്, കെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റൻ്റ് ആണ് എന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ സൂചിപ്പിച്ചിരുന്നു. ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിരുന്നു, നോ ഡയമെൻഷൻ. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ സൂചിപ്പിച്ചിട്ടോ. എ ഏരിയ യു സ്പീഡ് ടി ടൈം, 2 ടേം അല്ലേ ഉള്ളത്, വി ഒരു ടേമും കെ എ സ്ക്വയർ യു ടി ഒരു ടേമും. അപ്പോൾ വിയുടെ ഡയമെൻഷൻ എൽ ക്യൂബ്. ഓക്കെ, കെ എ വി വോളിയം ആയതുകൊണ്ട് കെ എ സ്ക്വയർ യു ടി, കെ ഡയമെൻഷൻ അല്ല, ഏരിയ എൽ സ്ക്വയർ ആണ്. ഏരിയൻ്റെ സ്ക്വയർ ആകുമ്പോൾ എൽ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. പിന്നെ യു സ്പീഡാണ്, എൽ ടി റൈസ് ടു -1. ടി എന്ന് പറയുമ്പോൾ ടൈമാണ്, എൽ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എൽ റൈസ് ടു 4. പിന്നെ എൽ അങ്ങനെ തന്നെ എഴുതി. ടി റൈസ് ടു -1, ഇവിടെ ടി റൈസ് ടു 1 അല്ലേ, ഇവിടെ -1ഉം 1ഉം വന്നാൽ ആ 2 പവറും കൂടി ആഡ് ചെയ്താൽ ടി റൈസ് ടു 0 എന്നല്ലേ വരും. ടി റൈസ് ടു 0 പറഞ്ഞാൽ 1 അല്ലേ, അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയി. എൽ റൈസ് ടു 4 ഇൻറ്റു എൽ എന്ന് പറയുമ്പോൾ എൽ റൈസ് ടു 5. ഓക്കെ, പക്ഷേ ഒരു സൈഡിൽ എൽ ക്യൂബാണ്, മറ്റൊരു എൽ റൈസ് ടു 5 ആണ്. അപ്പോൾ ഡയമെൻഷൻ സെയിം ആണോ? അല്ല. ദെർഫോർ ദിസ് ഇക്വേഷൻ ഈസ് ഇൻകറക്റ്റ് ഓർ റോങ്. ഡയമെൻഷനലി ഇൻകറക്റ്റ് എന്ന് എഴുതണമെന്നില്ല, ഡയമെൻഷൻ സെയിം അല്ലെങ്കിൽ ഉറപ്പിക്കാം ആ ഇക്വേഷൻ തെറ്റായിരിക്കും. ഓക്കെ, ദെൻ അടുത്തൊരു ഇക്വേഷൻ നോക്ക്. സ്ക്വയർ റൂട്ട് ഒക്കെ ഉള്ള ഇക്വേഷൻ ഇപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2π√g/l. എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ടോ? യെസ്, ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം. പക്ഷേ അതിങ്ങനെയല്ല, 2π√L/g എന്നാണ്. ഇവിടെ ടി ടൈം പീരീഡ് ആണ്, അത് ടൈം ആയതുകൊണ്ട് ഡയമെൻഷൻ ടി ആണ്. ഇപ്പുറത്ത് 2π√L/g/l ഒന്നിച്ചൊരു ടൈമാണ്. 2 ഡയമെൻഷൻ അല്ല, പൈ ഡയമെൻഷൻ അല്ല. സ്ക്വയർ റൂട്ട് വന്നാൽ സ്ക്വയർ റൂട്ട് അതേപോലെ എഴുതണം. എന്നിട്ട് ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എൽ ടി റൈസ് ടു -2, എൽ. ഓക്കെ, അങ്ങനെ എഴുതി. എൽ കട്ട് ചെയ്ത് പോയാൽ ടി റൈസ് ടു -2ൻ്റെ സ്ക്വയർ റൂട്ട് ടി റൈസ് ടു -1. രണ്ട് സൈഡും ഡയമെൻഷൻ സെയിം ആണോ? അല്ല. ദെർഫോർ ദിസ് ഇക്വേഷൻ ഈസ് ആൾസോ ഇൻകറക്റ്റ് ഓർ റോങ് എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് കൂടുതൽ ക്വസ്റ്റ്യൻസ് മക്കൾ പ്രാക്ടീസ് ചെയ്യണം. ചിലപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ് തരിക. ചിലപ്പോൾ അതിന് പകരം വേറെ ഒരു ക്വസ്റ്റ്യനൊക്കെ തരാറുണ്ട്. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ തരും. ഉദാഹരണത്തിന് എക്സ് ഈസ് ഈക്വൽ ടു AT+BT². ഇങ്ങനെ ഒരു കറക്റ്റ് ഇക്വേഷൻ തരും. എന്നിട്ട് പറയും ഇതിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതേപോലെ ടി എന്ന് പറയുന്നത് ടൈമാണ് എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മളോട് കാണാൻ പറയും അങ്ങനെയെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് എ എന്താണ്, അതേപോലെ ഡയമെൻഷൻസ് ഓഫ് ബി എന്താണ്. ഇതൊരു ഇക്വേഷൻ കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അല്ല. ഒരു കറക്റ്റ് ഇക്വേഷൻ തന്ന് അതിൽ ചില ആളുകളുടെ ഡയമെൻഷൻസ് കാണാൻ പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ 3 ടേമാണ്. ഒന്നാമത്തെ ടേം എക്സ് ആണ്, രണ്ടാമത്തെ ടേം എ ഇൻറ്റു ടി ആണ്, മൂന്നാമത്തെ ടേം ബി ഇൻറ്റു T² ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ഡയമെൻഷൻ എൽ എന്നല്ലേ. അപ്പോൾ ബാക്കി എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻ എൽ എന്ന് തന്നെ കിട്ടണ്ടേ, കാരണം ഇതൊരു കറക്റ്റ് ഇക്വേഷൻ ആണ്. ഇക്വേഷൻ കറക്റ്റ് ആണോ നോക്കാനല്ല ചോദ്യം. ഓക്കെ, അപ്പോൾ എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ എൽ. എ ഇൻറ്റു ടിയുടെ ഡയമെൻഷൻ എല്ലാണ്. എയുടെ ഡയമെൻഷൻ അറിയില്ല, പക്ഷേ ടൈമിൻ്റെ ഡയമെൻഷൻ സിമ്പിൾ ടി അല്ലേ. സോ എയുടെ ഡയമെൻഷൻ ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ ഇസ് ഈക്വൽ ടു എൽ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എ എങ്ങനെ കാണാം പറയടാ. ഈ ടി അങ്ങോട്ട് പോയാൽ L/T എന്നായില്ലേ, L/T. ആ ടി മേലോട്ട് എടുത്താൽ LT റൈസ് ടു -1. സോ എയുടെ ഡയമെൻഷൻ LT റൈസ് ടു -1. അതേപോലെ ഇവിടേക്ക് നോക്ക്, BT² ആണ് എൽ. എങ്ങനെ ബിയുടെ ഡയമെൻഷൻ ഇൻറ്റു T² ഡയമെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എൽ എന്ന് കിട്ടും. സോ ബിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L/T² ആണ്, അഥവാ LT റൈസ് ടു -2 എന്നാണ്. ഓക്കെ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ചെയ്ത് പഠിക്കണം. ഈ രൂപത്തിൽ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരാറുണ്ട്. ഓക്കെ, സോ ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യനും, കറക്റ്റ് ഇക്വേഷൻ തന്ന് അതിൽ ചില പ്രത്യേക ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസും യൂണിറ്റ് ഒക്കെ കാണാനുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ. ഇനി ഡയമെൻഷണൽ അനാലിസിസിൻ്റെ രണ്ടാമത്തെ യൂസേജ് എന്താ? ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ഡയമെൻഷണൽ മെത്തേഡിൽ സാധിക്കും. 5-6 ക്വസ്റ്റ്യൻസ് നോക്കിയാൽ കിട്ടും. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ഫോഴ്സ് യൂസിങ് ഡയമെൻഷൻസ്. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഫോർമുല ഡയമെൻഷൻസ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യുക. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയും, സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു? മാസ് ഓഫ് ദി ബോഡി, വെലോസിറ്റി ഓഫ് ദി ബോഡി ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത്. ഓക്കെ,
അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇതൊരു ലെങ്തി സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ പറയാം. ആദ്യം ഫോഴ്സിൻ്റെ ഫോർമുലയാണല്ലോ ഡിറൈവ് ചെയ്യേണ്ടത്. ആ ഫോഴ്സിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എഴുതിയിട്ട് പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ ഇടുക. ഓക്കെ, എന്നിട്ട് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സ് എം ഉണ്ട്, വി ഉണ്ട്, ആർ ഉണ്ട്. അപ്പോൾ എം വി ആർ എന്ന് എഴുതി. ആ എമ്മിൻ്റെ ഒക്കെ പവറും വിൻ്റെ പവറും ആറിൻ്റെ പവറും അറിയില്ല, എ ബി സി എന്ന് എഴുതി. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഡിറൈവ് ചെയ്യേണ്ട ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ എഴുതുക, പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ ഇടുക, ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സിൻ്റെ ലെറ്റർ എഴുതുക, പവർ എ ബി സി നോ എക്സ് വൈ സെഡ് നോ എഴുതുക. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ സൈൻ കൊടുക്കുമ്പോൾ കോൺസ്റ്റൻറ്റ് കെ വരും. ഇതാണ് ഇക്വേഷൻ. പക്ഷേ ഈ ഇക്വേഷനിൽ നമുക്ക് കെയുടെ വാല്യൂ അറിയില്ല, എ അറിയില്ല, ബി അറിയില്ല, സി അറിയില്ല. ഇതിൽ കെയുടെ വാല്യൂ നമുക്ക് കിട്ടാൻ ഒരു നിവൃത്തിയുമില്ല. അത് ഡയമെൻഷണൽ മെത്തേഡിൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ എ ബി സി ആ പവറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അതിന് അപ്പുറം ഇപ്പുറം ഡയമെൻഷൻസ് എടുത്താൽ മതി. നോക്കണം എങ്ങനെ അപ്പുറം ഇപ്പുറം ഡയമെൻഷൻസ് എടുക്കും നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ അപ്പുറം ഇപ്പുറം ഡയമെൻഷൻസ് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് ഫോഴ്സ് അല്ലേ. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ പറ mlt⁻². കെ ഡയമെൻഷൻ ഇല്ല, എം മാസ് ആണ്. അപ്പോൾ എം ക്യാപിറ്റൽ എം എന്ന് എഴുതി, എ എന്ന് എഴുതി. വി വെലോസിറ്റി LT⁻⁻1 ഹോൾ റൈസ് ടു ബി, ആർ റേഡിയസ് L⁻C. ഓക്കെ, അങ്ങനെ M⁻A, L⁻B, T⁻−1 ഇൻറ്റു ബി മൈനസ് ബി, L⁻C. രണ്ട് എൽ വന്നു, L⁻Bയും L⁻Cയും. അപ്പോൾ ഒരുമിച്ച് L⁻B+C എന്ന് എഴുതി. ഓക്കെ, ഇവിടെ എമ്മിൻ്റെ പവർ 1 ആണ്, എല്ലിൻ്റെ പവർ 1 ആണ്, ടീൻ്റെ പവർ -2. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഓക്കെ, എമ്മിൻ്റെ പവർ ഇവിടെ എ ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ എൻ്റെ ആൻസർ കിട്ടി, A = 1. ഇവിടെ ടീൻ്റെ പവർ -B ആണ്, ഇവിടെ -2 ആണ്. അപ്പോൾ -B = -2, ബി മൈനസ് കട്ട് ചെയ്താൽ B = 2. B+C = 1 അല്ലേ, എല്ലിൻ്റെ പവർ B+C, എല്ലിൻ്റെ പവർ 1. സോ B+C = 1 ആണ്, B 2 ആണ്, 2+C 1 ആണ്, C = 1 - 2. അപ്പോൾ സിയും കിട്ടി. എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ഫോർമുലയിൽ കൊടുത്താൽ മതി. F = കെയുടെ വാല്യൂ കിട്ടില്ല. അപ്പോൾ എമ്മിൻ്റെ പവർ എ ആണ്, എയുടെ പവർ എയുടെ വാല്യൂ 1 ആണ്, ബിൻ്റെ വാല്യൂ 2 ആണ്, അതേപോലെ സിൻ്റെ വാല്യൂ -1 ആണ്. എമ്മിൻ്റെ പവർ 1 ആകുമ്പോൾ നമ്മൾ എഴുതേണ്ടതില്ല, പവർ -1 വന്നാൽ അത് ഡിനോമിനേറ്ററിലാണ് മനസ്സിലാക്കുക. അപ്പോൾ KmV²/R. ഓക്കെ, ഒരു ക്വസ്റ്റിനെ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. വേറെ ഇതേപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. ചിലപ്പോൾ ഇവിടെ ഇപ്പോൾ ഫോഴ്സ് ആയതുകൊണ്ട് ഇപ്പുറത്ത് ഡയമെൻഷൻ എഴുതി, ഇപ്പോൾ MLT 3 വന്നു. ചിലപ്പോൾ ഇവിടെ വെലോസിറ്റി ആയിരിക്കും. വെലോസിറ്റി ആകുമ്പോൾ LT⁻1 അല്ലേ വരുള്ളൂ. ഇവിടെ എല്ലും ടിയും, എന്നാൽ ഇവിടെ എമ്മും എല്ലും ടിയും ഉണ്ടെങ്കിലോ, അപ്പോൾ നിങ്ങൾ ഇവിടെ എക്സ്ട്രാ ഒരു എം എഴുതി കൊടുക്കണം. LT⁻1 മാത്രമേ ഇവിടെ ഉള്ളൂ എങ്കിൽ ഇവിടെ എം ഇല്ലെങ്കിൽ M⁻0 എന്ന് എഴുതണം. ഇപ്പുറത്ത് എം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു എം എഴുതണം, അവിടെ M⁻0 എന്ന രീതിയിൽ എഴുതി കൊടുക്കുക. ഓക്കെ, ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പവർ കണ്ടെത്തുന്ന സമയത്ത് ABC പവർ കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ ആ പവർ 0 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ആണ് ക്വാണ്ടിറ്റി എങ്കിൽ പവർ 0 കിട്ടിയാൽ X⁻0 എന്നാൽ 1 ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ എൻ്റെ വാല്യൂ 0 എന്നാണ് കിട്ടിയതെങ്കിൽ എമ്മിൻ്റെ പവർ 0 എന്നാണ് എഴുതുന്നതെങ്കിൽ ശ്രദ്ധിക്കട്ടോ, എമ്മിൻ്റെ പവർ 0 എന്നാണ് വന്നതെങ്കിൽ അവിടെ എം ഇല്ല എന്നർത്ഥം, ഫോർമുലയിൽ മാസ് ഇല്ല എന്നർത്ഥം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എമ്മിൻ്റെ പവർ 1 കിട്ടിയത് കൊണ്ട് അങ്ങനെ ഉണ്ട്. പിന്നെ ചിലപ്പോൾ പവർ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഈ എ എന്നുള്ളത് 1/2 എന്നാണ് കിട്ടിയത് വിചാരിക്കാം, പവർ ചിലപ്പോൾ 1/2 എന്ന് കിട്ടും. പവർ 1/2 വന്നാൽ അതിൻ്റെ അർത്ഥം സ്ക്വയർ റൂട്ട് എന്നാണ്, മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പവർ എമ്മിൻ്റെ പവർ 1/2 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എം റൂട്ടിനകത്ത് സ്ക്വയർ റൂട്ടിനകത്താണ് എന്നാണ്. അപ്പോൾ √m എന്ന് എഴുതണം, മറക്കരുത്. ഓക്കെ, ശരി. അതേപോലെ ചിലപ്പോൾ പവർ 3/2 എന്നൊക്കെ കിട്ടും. പബ്ലിക് എക്സാമിൻ്റെ ഒരു ചോദ്യത്തിൽ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് പ്ലാനറ്റ് അതൊരിക്കൽ ചോദിച്ചു. അവിടെ പവർ 3/2 എന്നൊക്കെ കിട്ടും. പവർ 3/2 ഒക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, പവർ 3/2 വന്നാൽ അതിനെ x³ ഹോൾ റൈസ് ടു 1/2 എന്ന് എഴുതാം. ഒന്ന് കഴിയുന്നവരൊന്ന് ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കതിനെ ആ 1/2നെ റൂട്ടാക്കിയ √x³ എന്ന് എഴുതാം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചില ക്വസ്റ്റ്യനിൽ ഈ കോൺസ്റ്റൻ്റ് ആയ കെൻ്റെ വാല്യൂ തന്നിരിക്കും. കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ തരുമ്പോൾ നമുക്ക് ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഞാൻ കണ്ടുള്ള പ്രത്യേകത, ഈ ഡിറൈവ് ചെയ്യാൻ വേണ്ടി തരുന്ന ഇക്വേഷനുകൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ആണ്. സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഫോർമുല mv²/r അത് നേരത്തെ നമുക്കറിയാം. അപ്പോൾ ഈ പവറിൻ്റെ വാല്യൂസ് എത്രയാണ് വരുന്നത് നമുക്ക് നേരത്തെ അറിയണം. അപ്പോൾ പിന്നെ ഈ ഭാഗത്ത് വരുന്ന പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. അതേപോലെ കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഒരിക്കൽ ചോദിച്ചു. അതേപോലെ പ്രഷർ സീകൾ ഫ്ലൂയിഡ് പ്രഷർ HρG അതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം √2π√L/g അതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് പ്ലാനറ്റ് അത് നമ്മൾ ഗ്രാവിറ്റേഷനിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക സന്ദർഭങ്ങളിൽ ചോദിച്ചത് നമുക്ക് അറിയാവുന്ന ഫോർമുലകളാകുമ്പോൾ നമുക്ക് ആ പവർ എത്രയും വരുന്നത് എന്നുള്ളത് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു എളുപ്പ വഴി കൂടി ഇതുവരെ നടന്ന എക്സാമിൻ്റെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. ഡയമെൻഷണൽ അനാലിസിസ് അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ ചില പോരായ്മകൾ കൂടി. ഓക്കെ, ഡയമെൻഷണൽ അനാലിസിസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. 2 ലിമിറ്റേഷനൊക്കെ ഞാൻ ചോദിച്ചേക്കാം. അപ്പോൾ നമുക്ക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഒരിക്കലും കിട്ടുന്നില്ല.
അതേപോലെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ലോഗരിതമിക് ഫംഗ്ഷനൊക്കെയുള്ള ഫോർമുലകളിലൊന്നും ഇത് അപ്ലിക്കബിൾ അല്ല. അങ്ങനത്തെ ഫോർമുലൊന്നും ഡിറൈവ് ചെയ്യാൻ കഴിയില്ല, കാരണം അവർക്കൊന്നും ഡയമെൻഷൻ ഇല്ല. ഓക്കെ, അതേപോലെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാന്ന് അറിയണ്ടേ. ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സ് അറിഞ്ഞെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 3 ലിമിറ്റേഷൻ എഴുതിയിട്ടുള്ളൂ, വേറെയും കുറേ ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് എഴുതി പഠിക്കാവുന്നതാണ്, നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു 2 ലിമിറ്റേഷനൊക്കെ എഴുതാനേ ചോദിക്കുകയാണെങ്കിൽ തന്നെ വരുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഡയമെൻഷൻസ് എന്നുള്ള സെഷൻ അവസാനിപ്പിക്കുമ്പോൾ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ സിമ്പിളായി നമുക്ക് 1-2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കേട്ടില്ലേ. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഡിജിറ്റ്സ് എന്നാണ്. നമ്മളൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ കിട്ടും. ഓക്കെ, ആ നമ്പറിനകത്ത് കുറേ ഡിജിറ്റ്സ് ഉണ്ടാവും. ആ ഡിജിറ്റുകളിൽ ഇമ്പോർട്ടൻറ്റ് ഡിജിറ്റ്സ് ഏതൊക്കെയാണ്, എത്ര എണ്ണം ഉണ്ട്, അതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ശ്രദ്ധിക്കണം, നമ്മളൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന വാല്യൂവിൽ, ഞാൻ കുറേ വിശദീകരിച്ച് പോകില്ല, ക്വിക്കായി പറയണം, ആ കിട്ടുന്ന വാല്യൂവിൽ 2 തരം ഡിജിറ്റ്സ് ഉണ്ടാവും. ഒന്ന് റിലയബിൾ ഡിജിറ്റ്സ്. റിലയബിൾ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, എന്ത് ഉപകരണം കൊണ്ട് ആരളന്നാലും അവിടെ ആ നമ്പർ തന്നെ കിട്ടുള്ളൂ, അങ്ങനെയുള്ള ഡിജിറ്റ്സ് ഉണ്ടാവും, റിലയബിൾ. ഓക്കെ, എന്നാൽ വേറെ ചില ഡിജിറ്റ്സ് ഉണ്ടാവും അൺസർട്ടൻ ഡിജിറ്റ് ആയി, ഉറപ്പില്ല. ഇപ്പോൾ 6 കിട്ടിയത് ഒന്നുകൂടി എന്താ പറയുക സെൻസിറ്റീവായി ഒന്നുകൂടി കൃത്യതയുള്ള ഉപകരണം കൊണ്ട് ആളെ നോക്കിയാൽ ചിലപ്പോൾ അവിടെ 6 ആവില്ല, അവിടെ 5, 9 എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അൺസർട്ടൻ ഡിജിറ്റ്സ് ഉണ്ടാവും. ശ്രദ്ധിക്കുക, എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്നൊരിക്കൽ ചോദിച്ചു. അപ്പോൾ എഴുതേണ്ട ഉത്തരം നമ്പർ ഓഫ് റിലയബിൾ ഡിജിറ്റ്സ് പ്ലസ് ഫസ്റ്റ് അൺസർട്ടൻ ഡിജിറ്റ്. ഓക്കെ, റിലയബിൾ ഡിജിറ്റ്സിൻ്റെ ആ എണ്ണം എടുക്കുക. അൺസർട്ടൻ ഡിജിറ്റ് കുറേ ഉണ്ടെങ്കിലും അതിൽ ഒന്നാമത്തെ ആളെ മാത്രം എടുത്താൽ മതി. എല്ലാ റിലയബിൾ ഡിജിറ്റ്സും അൺസർട്ടൻ ഡിജിറ്റിൽ ആദ്യത്തെ ആളും. ഇതിൻ്റെ എണ്ണം നോക്കുക, റിലയബിൾ ഡിജിറ്റ്സ് 5 എണ്ണം ഉണ്ട്, അൺസർട്ടൻ ഡിജിറ്റ് 1, അപ്പോൾ 6 എണ്ണമായി. അങ്ങനെ നമ്പർ ഓഫ് റിലയബിൾ ഡിജിറ്റ്സ് ആൻഡ് ഫസ്റ്റ് അൺസർട്ടൻ ഡിജിറ്റ്, ഈ നമ്പറിനെയാണ് എന്ത് വിളിക്കുക, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, വാട്ട് ഈസ് മെൻ ബൈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൗണ്ട് ചെയ്യാനല്ലേ എപ്പോഴും ചോദിക്കുക. ഒരു നമ്പർ തരും, അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് കണ്ടെത്താൻ. 5ഉം 6ഉം 8ഉം 10ഉം നിയമം ഒന്നും പഠിക്കണ്ട, ഇങ്ങോട്ട് നോക്കണം. 2 നമ്പറുകൾ തന്നിട്ട് അതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്ര ഉണ്ട് നോക്കാമെന്ന് വെച്ചാൽ ആകെ 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ രൂപത്തിലുള്ള നമ്പറുകളാണോ നോക്കുക, അതായത് 2 തരം സീറോകളെ നിങ്ങൾ ഒഴിവാക്കണം. 2 ടൈപ്പ് സീറോകൾ സിഗ്നിഫിക്കൻ്റ് അല്ല, ബാക്കിയുള്ള എല്ലാ സീറോകളും നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. ഏതൊക്കെ 2 സീറോകളാണ് ഒഴിവാക്കേണ്ടത് നോക്കട്ടോ. 0 പോയിന്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറാണെങ്കിൽ ആ പോയിന്റ് കഴിഞ്ഞ് ആദ്യം വരുന്ന സീറോ എണ്ണരുത്, അത് സിഗ്നിഫിക്കൻ്റ് അല്ല. ആദ്യം വരുന്ന സീറോകളെ ലീഡിങ് സീറോസ് എന്നാണ് പറയുക. ലീഡിങ് സീറോ, ആദ്യം വരുന്ന സീറോ, ആദ്യം തന്നെ സീറോ. ഒരു ഡെസിമൽ നമ്പറിൽ ആദ്യം സീറോ വരുന്നെങ്കിൽ 0 പോയിന്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഡെസിമൽ നമ്പറിൽ ആദ്യം വരുന്ന സീറോ, അത് 0 പോയിന്റ് തുടങ്ങാം, അപ്പോൾ അവർ സിഗ്നിഫിക്കൻ്റ് അല്ല. ഇനി നോക്ക്, ഡെസിമൽ പോയിന്റ് ഇല്ലാത്തൊരു നമ്പറിൽ അവസാനം വരുന്ന സീറോ അത് എണ്ണരുത്. ഓക്കെ, അവസാനം വരുന്ന സീറോകളെ ടെർമിനൽ സീറോസ് എന്ന് പറയും. അപ്പോൾ നോൺ ഡെസിമൽ നമ്പറിൽ ടെർമിനൽ സീറോസ് എണ്ണരുത്, ഡെസിമൽ നമ്പറിൽ ലീഡിങ് സീറോസ് എണ്ണരുത്. ബാക്കി എല്ലാ സീറോകളും ബാക്കി എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും എണ്ണണം. നോക്കണം, എക്സാമ്പിൾ 23.08 ഇത് ഡെസിമൽ നമ്പറാണ്, എന്നാൽ 0 പോയിന്റ് എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല, അപ്പോൾ 4ഉം സിഗ്നിഫിക്കൻ്റാണ്. ഇതൊരു നോൺ ഡെസിമൽ നമ്പറാണ്, അവസാനം 0 വന്നു, ഈ 2 എണ്ണരുത്, അപ്പോൾ 2 എണ്ണേ ഉള്ളൂ. ഓക്കെ, ഇത് ഒരു 0 പോയിന്റ് ഡെസിമൽ നമ്പറാണ്, 0 പോയിന്റ് സ്റ്റാർട്ട്, ഈ 0 എണ്ണരുത്, എന്നാൽ ഇവനെ എണ്ണണ്ടേ, ബാക്കി സീറോകൾ നോൺ സീറോ ഒക്കെ എണ്ണണം, അപ്പോൾ 1, 2, 3, 4. ഇതൊരു ഡെസിമൽ നമ്പറാണ്, പക്ഷേ ലീഡിങ് സീറോസ് ആണോ ഇത്, അല്ല. ഡെസിമൽ നമ്പറിൽ ലീഡിങ് സീറോസ് ആണ് ഒഴിവാക്കേണ്ടത്, അപ്പോൾ എല്ലാവരും എണ്ണണം, 1, 2, 3, 4. ശ്രദ്ധിക്കണേ, 500 എന്ന് മാത്രമാണെങ്കിൽ ഒരൊറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. എന്നാൽ 500.0 ആകുമ്പോൾ അവിടെ ഡെസിമൽ നമ്പറായി, എല്ലാ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ഇങ്ങനെ 10ൻ്റെ പവറൊക്കെ ആക്കി തന്നാൽ ഈ ഭാഗം മാത്രം നോക്കിയിട്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പറയണം. ഈ 0 എണ്ണണം, കാരണം ഇത് ഡെസിമൽ നമ്പറാണ്, ഇത് അവസാനം വരുന്ന സീറോകളാണ്. ഡെസിമൽ നമ്പറിൽ ലീഡിങ് സീറോസ് ഒഴിവാക്കേണ്ടത്, അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3 ആണ്. ഓക്കെ, ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്ന 4 നമ്പർ എന്നിട്ട് ഇതിൽ ഏതാണ് മോസ്റ്റ് അക്യുറേറ്റ്. ശ്രദ്ധിക്കണം, സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം കൂടിയാൽ അതിൻ്റെ അർത്ഥം എന്താ, ആസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇൻക്രീസസ് അക്യുറസിയേക്കാൾ നല്ല വാക്ക് പ്രിസിഷൻ എന്നാണ്. ഓക്കെ, പ്രിസിഷൻ എന്നാണ് കുറേ കൂടി നന്നായ നല്ല വാക്ക്. ആ പ്രിസിഷൻ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഒരിക്കൽ ചോദിച്ച് 4 വാല്യൂ ഇതിൽ ഏതാണ് മോർ അക്യുറേറ്റ് എന്ന. സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം കൂടിയവർ മോർ അക്യുറേറ്റ് ആയിരിക്കും. ഇനി സിഗ്നിഫിക്കൻറ്റ് ഫിഗറുമായി ബന്ധപ്പെട്ട അവസാനമായി എക്സാമിന് അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടില്ല, ആകെ ഒരു ചോദ്യം വന്നുള്ളൂ, കൂടുതൽ ചോദിക്കാറില്ല. അതായത് അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ ചെയ്യുന്ന സമയത്ത് 2 മെഷേർഡ് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കും. മെഷേർഡ് വാല്യൂസ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് 2 മാസുകളാണ് ആഡ് ചെയ്യുന്നത്. 36.32 ഗ്രാമും 27.2 ഗ്രാമും ആഡ് ചെയ്യുക. ആഡ് ചെയ്ത സാധാരണ നമ്പറുകൾ ആഡ് ചെയ്യാൻ നമുക്ക് ചെറിയ ക്ലാസ്സിൽ അറിയാലോ, 63.52 എന്ന് കിട്ടും. പക്ഷേ ആ വാല്യൂ അതേപോലെ എഴുതലല്ല നിയമം. മെഷേർഡ് വാല്യൂസ് ആഡ് ചെയ്യുന്നതിനും സബ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള റൂൾ എന്താണ്, ഇതിൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട് നോക്കുക. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്, 2. ഇതിൽ ഡെസിമൽ പ്ലേസ് രണ്ടാമത്തെ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 1 ഡിജിറ്റ് അല്ലേ ഉള്ളൂ, 1 ഡിജിറ്റ്, എത്ര ഡിജിറ്റ് ഉണ്ട് ഇവിടെ, ഡെസിമൽ പ്ലേസ് 2. അപ്പോൾ ഇതിൽ മിനിമം എന്ന് പറഞ്ഞത് 1 അല്ലേ, അപ്പോൾ ഇതിൻ്റെ ആൻസറിൽ 1 ഡെസിമൽ പ്ലേസേ പറ്റുള്ളൂ. എന്നാൽ അങ്ങനെ എഴുതിയാൽ 5ഉം 2ഉം 2 ഡെസിമൽ പ്ലേസ് ഇല്ല ഈ ആൻസറിൽ, 1 പറ്റുള്ളൂ. അപ്പോൾ ഈ 5 മാത്രം, ഈ 2 എന്നുള്ള നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം.
ഒഴിവാക്കേണ്ട ആളെ വെറുതെ ഒഴിവാക്കിയാൽ പോലെ ഒഴിവാക്കുമ്പോൾ ചില നിയമങ്ങളുണ്ട്. അതാണ് റൗണ്ട് ചെയ്ത് എഴുതുക എന്ന് പറയും. ഒഴിവാക്കുന്ന ആൾ 5-നേക്കാൾ ചെറുതാണെങ്കിൽ, ഇപ്പോൾ 2 എന്ന് പറഞ്ഞാൽ 5-നേക്കാൾ ചെറുത്, 5-നേക്കാൾ ചെറിയ നമ്പർ ആണെങ്കിൽ തൊട്ട് മുമ്പുള്ള ഡിജിറ്റ് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. എന്നാൽ ഇവിടെ ഒഴിവാക്കുന്ന ഡിജിറ്റ് ഈ 2-ന് പകരം 8 ആണെങ്കിലോ 0.58 ആണെങ്കിൽ, 8 ആണ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ 5-നേക്കാൾ വലിയ നമ്പർ ആകുമ്പോൾ ഇപ്പുറത്തൊന്ന് ആഡ് ചെയ്യണം, 6 ആക്കണം. ഓക്കെ, എന്നാൽ പിന്നെ 5 ആണെങ്കിലോ എന്നൊക്കെ ചില സംശയം വരും. 5 ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പുറത്ത് ഓഡ് നമ്പർ ആണെങ്കിൽ ഒന്ന് ആഡ് ചെയ്യുക, ഈവൻ നമ്പറോ 0 ആണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചേക്കുക. അതൊന്നും കൂടുതൽ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. ഇതുവരെ നടന്ന എക്സാമ്പിൾക്കൊന്നും അങ്ങനെ കൂടുതൽ ചോദ്യം വന്നിട്ടില്ല. അപ്പോൾ ആൻസറിൽ മിനിമം ഡെസിമൽ പ്ലേസേ പറ്റുള്ളൂ അഡീഷനിലും സബ്ട്രാക്ഷനും. എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ അങ്ങനെയല്ല. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡിവൈഡ് ചെയ്യുന്ന നമ്പറുകളിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് നോക്കുക. മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ആൻസറിൽ പറ്റുള്ളൂ. ഇപ്പോൾ നോക്ക്, എക്സാമിന് ആകെ ചോദിച്ചൊരു ചോദ്യം, ഒരു സ്ക്വയറിൻ്റെ സൈഡ് 1.4 സെൻറ്റിമീറ്ററാണ്. ആ സ്ക്വയറിൻ്റെ ഏരിയ കാണുക, പ്രോപ്പർ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വെച്ച് കാണുക. സ്ക്വയറിൻ്റെ ഏരിയ കാണുമ്പോൾ സ്ക്വയർ സമചതുരം, ഏരിയ കാണുമ്പോൾ സൈഡിന് സ്ക്വയർ ചെയ്യുക. 1.4ൻ്റെ സ്ക്വയർ ആണ് 1.4 × 1.4, രണ്ടും ഒരേ നമ്പറാണ്. അപ്പോൾ ഇതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 2 ആണ്. ഡെസിമൽ പ്ലേസ് അല്ല കേട്ടോ, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അവിടെ നോക്കണ്ടത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 2, ഇവിടെ 2, അപ്പോൾ ആൻസറിലും 2 പറ്റുള്ളൂ. പക്ഷേ 1.4ൻ്റെ സ്ക്വയർ 1.96 ആണ്. ഇങ്ങനെ എഴുതിയാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3 2 പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, അതേപോലെ രണ്ടാമത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, ഇത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, ഇത് 2. അപ്പോൾ ഇയാളിലെ ഡ്രോപ്പ് ചെയ്യേണ്ട ആൾ 6 ആണ്. 6 പറയുമ്പോൾ 5-നേക്കാൾ വലുതാണ്. അപ്പോൾ ഇപ്പുറത്തൊന്ന് കൂട്ടണം. പക്ഷേ ഇപ്പുറത്തെ 9 1.9ൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ 2 വരിക. 2 എന്ന് മാത്രം എഴുതിയ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കിട്ടണമെന്നുണ്ടെങ്കിൽ 2.0 എന്ന് എഴുതണം. ഒന്ന് ശ്രദ്ധിക്കണം, ഞാൻ ഫാസ്റ്റായി പറഞ്ഞു മാത്രം. ഓക്കെ, ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് കാര്യം മനസ്സിലായില്ലേ നോക്കണം. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാൻ വേണം. സോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ഒന്നാമത്തെ ചാപ്റ്റർ, ആ ചാപ്റ്ററിലെ എല്ലാ ഏരിയകളും വൃത്തിയായി വളരെ വേഗത്തിൽ നമ്മൾ കുറച്ചൊക്കെ എക്സാമ്പിളുകൾ ചെയ്തുകൊണ്ട് എന്നാൽ ഒന്നും വിട്ടുപോകാതെ കവർ ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത ഡൗട്ടുള്ളത് ചോദിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും വേണം. താങ്ക് യു.